അപ്പോൾ കോഴിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പുരട്ടി വെച്ചു, ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയത് 1 കപ്പ്, ടൊമാറ്റോ, ഇഞ്ചി, പച്ചമുളക്, 2 ഉണ്ട വെളുത്തുള്ളി, കോഴിയുടെ നെയ്യ്. ഉള്ളി ചൂടായിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. പെരിഞ്ജീരകം കുറച്ച്, കോഴിയുടെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു. ആ നെയ്യ് ഉരുകട്ടെ. ഇഞ്ചി പൊട്ടാച്ച്, ചതച്ച ഇഞ്ചി മണം വരുതയ്യ. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി പൊട്ടാച്ച്, സ്മാൾ ഓണിയൻ. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തു. സവാള, ഒരു പകുതി സവാളയും കൂടി ചേർക്കുന്നു. കറിക്കൊരു മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് ഇളക്കുന്നു. ആയതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോ ഇട്ടു. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചിക്കൻ പോടലാം. അതിലേക്ക് നമ്മൾ കോഴിക്കഷ്ണങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റൗവിന് വേദന എടുക്കും. അപ്പോൾ സ്റ്റൗവിന് നോക്കാതെ നമ്മൾ എല്ലാ ചിക്കൻ ഇതിലേക്കിട്ട് ഇളക്കി നടുക്ക് നമ്മൾ ഒരു കുഴിയെടുക്കുന്നു. ആ കുഴിയിലേക്ക് സിനിമ നടി ഇതാണ് രമ്പയില, ചുരുട്ടി കൂട്ടി കെട്ടി കുഴിച്ച് താക്കുന്നു. അത് മണ്ണിട്ട് മൂടുന്നതിന് പകരം ചിക്കൻ പീസിട്ട് മൂടും. അടുത്തൊരു കുഴിയെടുക്കുന്നു, ഇവിടെ ആയിട്ട്. അതിൽ നമ്മൾ 1 ഉണ്ട വെളുത്തുള്ളി കുഴിച്ച് താക്കുന്നു. ഒരു കുഴിയും കൂടി എടുക്കുന്നു. ഇവിടെ അടുത്തൊരുണ്ട വെളുത്തുള്ളി അവിടെയും കുഴിച്ച് താക്കുന്നു. എന്നിട്ട് നല്ലപോലെ അമർത്തി വയ്ക്കുന്നു. ഇനി നമുക്കിത് അടച്ചു വെക്കാം, അല്ലെങ്കിൽ കോഴി ഇറങ്ങി ഓടിപ്പോകും. എന്നിട്ട് 1 കപ്പ് വെള്ളം ഈ അടപ്പിന് പുറത്തൊഴിക്കുന്നു. ഒക്കെ വാട്ടർ ലെവൽ നോക്കി വേണം സ്റ്റൗ വെക്കാൻ. ഈ സൈഡ് പൊങ്ങിക്കിടക്കുന്നു, അതിനെ നമ്മൾ താഴ്ത്തുന്നു. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അടപ്പിന് മേലിൽ വെള്ളം വെച്ചത് കാരണം ഒരു സെമി ഡിസ്റ്റിലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം ഇതിൽ ഊറി വന്നു. നീരാവി തണുത്തുറഞ്ഞ വെള്ളമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുഴിച്ചിട്ട രമ്പ മേളിൽ വന്നു. രമ്പയെ വീണ്ടും കുഴിച്ചിടുക. വെളുത്തുള്ളിയും കുഴിച്ചിടുക. ഓനങ്ങനെ നല്ലപോലെ, ഓനല്ല കേട്ടോ, ഓള് നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കട്ടെ. തിരി താഴ്ത്തി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങി ഓടാതിരിക്കാൻ അടച്ചു വയ്ക്കുന്നു. വെന്തിട്ടിരിക്കേ. പൊടിച്ച മസാലപ്പൊടി, നാട്ടുകോഴിക്കറി. നമ്മൾ ഓയിൽ എക്സ്ട്രാക്ഷനൊക്കെ കഴിഞ്ഞു. അധികമുണ്ടായിരുന്ന എണ്ണയൊക്കെ കോരി മാറ്റി. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി വരട്ടി എടുക്കാം. കോഴി പെരട്ടാണ്.
നാടൻ കോഴി പെരട്ട്. അപ്പോൾ കോഴി പെരട്ട് റെഡിയായി വരുന്നുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വഴിയിൽ നിന്നും ക്യാമറ വുമൺ അനുവിനോടൊപ്പം ഞാൻ സൈനിങ് ഓഫ്. താങ്ക് യു.